Good morning, dear students. I welcome all of you to the online classes conducted by Janatha College for the +1 students. Myself Prasanth, a physics teacher in this institution, and I am here to discuss with you the second chapter in physics, units and measurements. +1 physics-il നമുക്ക് 15 അധ്യായങ്ങളാണ് ആകെ പഠിക്കാനുള്ളത്. നമ്മുടെ ബോർഡ് എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോർഡ് എക്സാമിൻ്റെ അടിസ്ഥാനം നോക്കുമ്പോൾ ആദ്യത്തെ അധ്യായം നമ്മുടെ സബ്ജക്റ്റിലേക്കുള്ള ഒരാമുഖമാണ്. അപ്പോൾ അതിനകത്ത് പരീക്ഷയോട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ കുറവാണ്. മാത്രമല്ല ആ വസ്തുതകൾ കുറച്ച് പോയിൻ്റുകളുള്ളത്, കുറച്ച് കൺസെപ്റ്റുകൾ വരുന്നത് മറ്റ് അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ അധ്യായം തുടങ്ങുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ആ അധ്യായം നമ്മൾ തുടങ്ങുന്നു. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഓരോ അധ്യായവും പല ഭാഗങ്ങളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓരോ ഭാഗവും ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഭാഗം നമ്മൾ ഇത്രയും പോർഷൻസാണ്, ഇത്രയും ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സയൻസ്, ഫിസിക്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സയൻസ്. സയൻസ് എന്നതിന് പല ഡെഫിനേഷൻസ് നമ്മുടെ പുസ്തകത്തിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പുസ്തകങ്ങൾ നമ്മൾ റെഫർ ചെയ്യുന്നുവെങ്കിൽ സയൻസിന് പല ഡെഫിനേഷൻസ് കിട്ടും. അപ്പോൾ ഏറ്റവും ലളിതമായി പറയുന്നുവെങ്കിൽ സയൻസ് എന്നത്, ശാസ്ത്രം എന്നത് കളക്ഷൻ ഓഫ് നോളജാണ്. അറിവിൻ്റെ ശേഖരത്തെയാണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുക, ശാസ്ത്രം എന്ന് വിളിക്കുക. അപ്പോൾ വാട്ട് ഈസ് സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ഈസ് ദ കളക്ഷൻ ഓഫ് നോളജ് പൊസസ്ഡ് ബൈ ദ മാൻകൈൻഡ്. ഇനി ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക്, ഈ സയൻസ് എന്ന വാക്ക് ഏതു ഭാഷയിലെ ഏത് വാക്കിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, ഉത്ഭവിച്ചു എന്നുകൂടെ അറിയുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ലാറ്റിൻ ഭാഷയിൽ ഒരു വാക്കുണ്ട്, സയൻഷ്യ. ഈ വാക്കിൻ്റെ അർത്ഥം ടു നോ എന്നാണ്, അറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വാക്കിൽ നിന്നാണ് സയൻസ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സയൻസ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അറിയാം, സയൻസ് ഈസ് ദ കളക്ഷൻ ഓഫ് നോളജ് പൊസസ്ഡ് ബൈ ദ മാൻകൈൻഡ് ആൻഡ് ദ വേർഡ് സയൻസ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സയൻറ്റിയ വിച്ച് മീൻസ് ടു നോ. ഇനി ഫിസിക്സ്, നമ്മുടെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. എന്താണ് ഫിസിക്സ്? ഫിസിക്സ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്ക് ഫിലോസഫർ, ശരിക്കും ഗ്രീക്ക് ഫിലോസഫർ എന്ന് അദ്ദേഹത്തെ അങ്ങ് ഒതുക്കിക്കളയാൻ കഴിയില്ല, മറിച്ച് അദ്ദേഹം ഒരു വെഴ്സറ്റൈൽ ജീനിയസ് ആണ്, അരിസ്റ്റോട്ടിൽ. അദ്ദേഹമാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചതെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് അരിസ്റ്റോട്ടിൽ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കോയിൻ ദ വേർഡ് ഫിസിക്സ്. ആൻഡ് നൗ ലെറ്റ് us see from where this word came. ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്കുണ്ട് ഫ്യൂസിസ്. ഫ്യൂസിസ് എന്ന വാക്കിൽ നിന്നാണ് ഫിസിക്സ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം നേച്ചർ, പ്രകൃതി എന്നാണ്, നേച്ചർ. അപ്പോൾ ഫിസിക്സ് എന്ന വാക്ക് ആദ്യമായി കോയിൻ ചെയ്യുന്നത് അരിസ്റ്റോട്ടിൽ എന്ന വ്യക്തിയാണ്, ആ വെഴ്സറ്റൈൽ ജീനിയസ് ആണ്. ഈ ഫിസിക്സ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫ്രം എ ഗ്രീക്ക് വേർഡ് ഫ്യൂസിസ് വിച്ച് മീൻസ് നേച്ചർ. ഇനി എന്താണ് ഫിസിക്സ് എന്ന് നമുക്ക് നോക്കാം. ഫിസിക്സ് എന്ന സബ്ജക്റ്റ് എന്താണ്? ഏറ്റവും ലളിതമായി പറയുന്നുവെങ്കിൽ ഫിസിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഫിനോമിന ഇൻ നേച്ചർ. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള, പ്രകൃതി നിയമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. വേണമെങ്കിൽ മറ്റൊരു ഡെഫിനേഷൻ കൂടെ ഇങ്ങനെ പറയാം, നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഏത് ടോപ്പിക്ക് പരിഗണിച്ചു കഴിഞ്ഞാലും അത് മാറ്റർ, എനർജി എന്നിവയുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കാൻ. ഈ രണ്ടിനെക്കുറിച്ചോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചോ ഇവർ തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും ആ ഫിസിക്സിലെ പാഠഭാഗങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിനകത്ത് വരുന്ന ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ എന്താണ് ഫിസിക്സ് എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ, എനർജി ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കി, സയൻസ് എന്താണ്, ഫിസിക്സ് എന്താണ്. നമ്മൾ സയൻസ് സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് എന്താണ് സയൻസ്, എന്താണ് ഫിസിക്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് ചെല്ലാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ
സയൻസിൽ എന്തിനെങ്കിലും കുറിച്ച് പഠിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മൾ നിരീക്ഷിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റം എന്നാണ് വിളിക്കുക. സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ സിസ്റ്റം എന്നൊരു വാക്ക് വരുന്നത്. എന്താണ് സിസ്റ്റം? എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അല്ലെ എന്തിനെയാണോ നമ്മൾ നിരീക്ഷിക്കുന്നത് അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. എനിത്തിങ് അണ്ടർ ഒബ്സർവേഷൻ ഓർ സ്റ്റഡി ഈസ് നോൺ എ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഒരു മൂവിങ് വെഹിക്കിളിനെ നമുക്ക് സിസ്റ്റമായി പരിഗണിക്കാം. ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഗ്യാസ് ടേക്കൺ ഇൻ എ കണ്ടെയ്നർ അണ്ടർഗോയിങ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഇത് നമുക്കൊരു സിസ്റ്റമായി പരിഗണിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു സ്റ്റാറിനെ ഒരു സിസ്റ്റമായി പരിഗണിക്കാൻ സാധിക്കും. എന്താണ് സിസ്റ്റം എന്ന് മനസ്സിലായി. ഇനി ഈ സിസ്റ്റം എടുക്കുമ്പോൾ ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും സിസ്റ്റത്തിന് അതിൻ്റേതായ കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ടാവും, കുറേയധികം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ മൂവിങ് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിൻ്റെ സ്പീഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഇതിൻ്റെ ആക്സിലറേഷൻ, ഈ കാറിൻ്റെ കളർ എക്സെട്ര. ഇപ്പോൾ ഇതൊരു സഡൻ എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു, അണ്ടർഗോയിങ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സവിശേഷതകൾ, അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ വോള്യം, പ്രഷർ, ടെമ്പറേച്ചർ, ഈ ഗ്യാസിൻ്റെ സ്മെൽ, ഇതിൻ്റെ കളർ എക്സെട്ര. ഇൻ ദ സെയിം വേ, when we consider a star as a system, there are some characteristics. Its surface temperature, the energy emitted by the star per unit time, the distance of the star from our earth, etc. അപ്പോൾ ഏത് സിസ്റ്റം പരിഗണിക്കുന്നുവെങ്കിലും ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ധാരാളം ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, പ്രോപ്പർട്ടീസ് ഉണ്ടാവും, സവിശേഷതകൾ ഉണ്ടാവും. ഈ സവിശേഷതകളെയാണ് നമ്മൾ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, ക്വാണ്ടിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സ്പീഡ്, ഡിസ്റ്റൻസ്, ആക്സിലറേഷൻ, കളർ, സ്മെൽ, ടേസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുക. ഈ ക്വാണ്ടിറ്റീസ് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ സ്പീഡ്, ഡിസ്റ്റൻസ്, ആക്സിലറേഷൻ, പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റും. അതാണ് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതിങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക രാശികൾ. അപ്പോൾ what is mean by physical quantity? Physical quantity is one which can be measured. The quantities which can be measured are called physical quantities. For example, distance, speed, acceleration, velocity, force, momentum, volume, pressure, temperature, etc. അങ്ങനെയാണെങ്കിൽ ഈ കളർ എന്ന പ്രോപ്പർട്ടി, സ്മെൽ എന്ന പ്രോപ്പർട്ടി, ടേസ്റ്റ് എന്ന പ്രോപ്പർട്ടി, ഇങ്ങനെയൊക്കെയുള്ളവ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. എത്രയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയില്ല. അവയെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല, മറിച്ച് താരതമ്യം ചെയ്യാനേ കഴിയുകയുള്ളൂ. ഇപ്പോൾ രണ്ട് വസ്തുക്കളുടെ നിറങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യാം. രണ്ട് വസ്തുക്കളുടെ ഗന്ധം നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവ മെഷർ ചെയ്യാൻ പറ്റാത്തവ, കമ്പയർ മാത്രം അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ മാത്രം കഴിയുന്നവയെ നമ്മൾ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും മനസ്സിലായി. അപ്പോൾ സയൻസ്, ഫിസിക്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. ഇനി മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യും? മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഈ എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഉത്തരം എന്താണോ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മൂല്യം അഥവാ പരിമാണം എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന്. അപ്പോൾ what is mean by measurement of a physical quantity? Measurement of a physical quantity is a process in which we determine the magnitude of that physical quantity. Now let us see how we can measure a physical quantity. നമുക്ക് എങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാം? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണല്ലോ ലെങ്ത്. അപ്പോൾ ലെങ്ത് അളന്നുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ബോർഡിന് ലെങ്ത് ഉണ്ട്. ഈ എൻഡ് മുതൽ ആ എൻഡ് വരെയുള്ള ലെങ്ത്ത്
നമുക്കൊന്ന് മെഷർ ചെയ്യാം. സാധാരണ ഒരു ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്കെയില്, ശരിക്കും ഒരു ലെങ്ത് മെഷറർ റൂളർ എടുക്കും. ആ റൂളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് ഈ ലെങ്ത് മെഷർ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ ലെങ്ത് അളക്കാം സാധിക്കുമെന്ന് നോക്കുക. 1 2 3 4 5 6 7 8. ഇപ്പോൾ 8 എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ലെങ്ത് മെഷർ ചെയ്ത് ഒരു എങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണം എടുത്തു ലെങ്ത്, എന്നിട്ട് ഞാനൊരു ലെങ്ത് സെലക്ട് ചെയ്തു, ആ ലെങ്ത് മെഷർ ചെയ്തു. ഇനി ഈ പ്രോസസ്സ് ഒന്ന് ഞാനിപ്പോൾ ചെയ്ത മെഷറിങ് പ്രോസസ്സ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ അളക്കുക എന്നുള്ളത്. എങ്ങനെ അളക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഞാൻ ഈ പ്രോസസ്സ് എങ്ങനെ ചെയ്തു, നമുക്കൊന്ന് അപഗ്രഥിച്ച് നോക്കാം ഞാൻ എന്താണ് ഇതിനകത്ത് ചെയ്തത്, അല്ല നമ്മൾ എങ്ങനെ ഈ ലെങ്ത് മെഷർ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഈ ലെങ്ത് അളക്കാനായിട്ട്, അപ്പോൾ ലെങ്ത് അളക്കാൻ ഞാൻ ഈ മാർക്കർ സെലക്ട് ചെയ്തു. ശരിക്കും മാർക്കറല്ല സെലക്ട് ചെയ്തത്, മാർക്കറിൻ്റെ ലെങ്താണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ലെങ്ത് അളക്കാൻ നമ്മൾ ആദ്യം ഒരു ഫിക്സഡ് ലെങ്ത് സെലക്ട് ചെയ്തു. ലെങ്ത് അളക്കാൻ നമ്മൾ ആദ്യം ഒരു ഫിക്സഡ് ലെങ്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് ചെയ്ത പ്രോസസ്സ് ഇതാണ്. അളക്കേണ്ടുന്ന ലെങ്ത്, നമ്മൾ സെലക്ട് ചെയ്ത ലെങ്ത്, ഇതിങ്ങനെ ഒരു പ്രോസസ്സ് നടത്തി. ഈ വെച്ച് നോക്കലിനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് അളക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു നിശ്ചിത നീളം തിരഞ്ഞെടുത്തു. അതിനുശേഷം ചെയ്തത് ഈ അളക്കേണ്ട ലെങ്തും ഈ പറഞ്ഞ സെലക്ട് ചെയ്ത ലെങ്തും ഒന്ന് താരതമ്യം ചെയ്തു. താരതമ്യം ചെയ്ത് എന്താണ് കണ്ടെത്തിയത്, അളക്കേണ്ടുന്ന ലെങ്തിനുള്ളിൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത ലെങ്ത് എത്ര തവണ ഉണ്ട് എന്ന് കണക്കാക്കി നോക്കി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നത്? ലെങ്ത് അളക്കാൻ നമ്മൾ ആദ്യം ഒരു നിശ്ചിത നീളം, നിശ്ചിത ലെങ്ത്, ഫിക്സഡ് ലെങ്ത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫിക്സഡ് ലെങ്ത്, നമ്മൾ സെലക്ട് ചെയ്ത ഫിക്സഡ് ലെങ്ത് ഈ അളക്കേണ്ടുന്ന ലെങ്തിനുള്ളിൽ എത്ര തവണയുണ്ട് എന്ന് നമ്മൾ നോക്കും. ഒന്നുകൂടെ, എങ്ങനെ നീളം അളക്കുന്നു? നീളം അളക്കാൻ ഒരു നിശ്ചിത നീളം നമ്മൾ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുത്ത നീളം ഈ അളക്കേണ്ടുന്ന നീളത്തിനുള്ളിൽ എത്ര തവണ ഉണ്ട് എന്ന് കണ്ടെത്തും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ മെഷർ ചെയ്യും എന്ന ചോദ്യത്തിന് ഇതിൽ നിന്ന് ഉത്തരം പറയാവുന്നതേ ഉള്ളൂ. എങ്ങനെ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ലെങ്തിന് ലെങ്ത് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയുള്ള ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫിക്സഡ് ക്വാണ്ടിറ്റി അളക്കേണ്ടുന്ന ക്വാണ്ടിറ്റിക്കുള്ളിൽ എത്ര തവണ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ മതിയാവും. അപ്പോൾ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ദി സെയിം കൈൻഡ് ആൻഡ് ദെൻ we have to find how many times that fixed quantity is included in the quantity which is to be measured. ഇതിനൊന്ന് ചുരുക്കി പറഞ്ഞാൽ, to measure a physical quantity, what we will do to measure a physical quantity, that physical quantity is compared with a fixed quantity of the same kind. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കുന്നത് എങ്ങനെ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതേ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയുമായിട്ട് താരതമ്യം ചെയ്ത് കണ്ടെത്തും, അളക്കുമെന്നാണ്. അപ്പോൾ എങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ അളക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ അളക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഫിക്സഡ് ക്വാണ്ടിറ്റി ഈ മാർക്കറിൻ്റെ ലെങ്താണ് നമ്മൾ ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിട്ട് സെലക്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഈ മാർക്കർ അവൈലബിൾ അല്ലെങ്കിൽ അതിന് ചോക്ക് പീസാണ്, ഇതൊരു ബ്ലാക്ക് ബോർഡാണ് എങ്കിൽ ചോക്ക് പീസ് ആണെങ്കിൽ ചിലപ്പോൾ ചോക്ക് പീസിൻ്റെ ലെങ്ത് ആയിരിക്കും അവിടെ ഞാൻ അളക്കാനായിട്ട് ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുക. അതുമല്ലെങ്കിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലെങ്ത് ചിലപ്പോൾ തിരഞ്ഞെടുത്തു എന്ന് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫിക്സഡ് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ആ ഫിക്സഡ് ക്വാണ്ടിറ്റിയെ വിളിക്കുന്നൊരു പേരുണ്ട്. ആ പേരാണ് സ്റ്റാൻഡേർഡ് ഓഫ് ദ മെഷർമെൻറ്റ്. സ്റ്റാൻഡേർഡ് ഓഫ് ദ മെഷർമെൻറ്റ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കി, എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർമെൻ്റ് എന്ന് മനസ്സിലാക്കി, എങ്ങനെ നമ്മൾ മെഷർമെൻറ്റ് നടത്തുമെന്ന് മനസ്സിലാക്കി. ഇനി അവിടെ ഫിക്സഡ് ക്വാണ്ടിറ്റിയുടെ ആവശ്യം വരുന്നുണ്ട്. അതിൻ്റെ പേര് എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ദി മെഷർമെൻറ്റ് എന്നാണ്. ഇത് നോക്കുക, ഞാനിപ്പോൾ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ് ലെങ്ത് ഓഫ് ദിസ് മാർക്കറാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ലെങ്ത്, ഞാനിപ്പോൾ അളന്ന ലെങ്ത്
L is equal to 8 മാർക്കർ എന്ന് കിട്ടി. ഞാൻ ഈ മാർക്കറിന് പകരം അല്പം കൂടെ നീളമുള്ള വേറൊരു മാർക്കർ ഉപയോഗിക്കുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ലെങ്ത്, ഇതേ ലെങ്ത് അളക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ചിലപ്പോൾ 5 m' എന്നായിരിക്കാം. ആ ലെങ്തിനെ ഞാൻ m' എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ആയിരിക്കാം. ഈ എമ്മിനേക്കാൾ കുറച്ചുകൂടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ, നീളം കുറഞ്ഞ ഫിക്സഡ് ക്വാണ്ടിറ്റിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതേ ലെങ്ത് തന്നെ എനിക്ക് 15 m' എന്ന് കിട്ടിയേക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ട കാര്യം, ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് വ്യത്യസ്ത സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ വ്യത്യസ്ത വിലകളാണ് കിട്ടുക. പക്ഷേ ഇതെല്ലാം ഒരേ നീളത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിട്ട് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഏതാനും സ്റ്റാൻഡേർഡ്സ് നമ്മൾ നിശ്ചയിക്കുകയാണ് എങ്കിൽ, തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോർ മെഷറിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാൽ എന്ത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലെങ്ത് അളക്കാനായിട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവയാണ് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എക്സെട്ര. ഇതൊക്കെ യൂണിറ്റ്സ് ആണ്. മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് അഥവാ അതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഗ്രാം ഉണ്ട്, കിലോഗ്രാം, അതുപോലെ തന്നെ ക്വിൻ്റൽ, ഇങ്ങനെയുള്ളത്. അതൊരു ടൈം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് സെക്കൻഡ്, മിനിറ്റ്, അവർ, ഡേ, വീക്ക് എക്സെട്ര. അപ്പോൾ ഇവയൊക്കെയാണ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അഥവാ യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, എങ്ങനെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് മെഷർമെൻറ്റിന് വേണ്ട ഫിക്സഡ് ക്വാണ്ടിറ്റി എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ് മനസ്സിലാക്കി. ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും എന്ന് വെച്ചു. ഇനി അപ്പോൾ യൂണിറ്റ് കിട്ടിയല്ലോ. ഇനി മെഷർ ചെയ്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഫ്റ്റർ ദ മെഷർമെൻറ്റ്. ഉദാഹരണത്തിന് ഈ മാർക്കറിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നതിരിക്കട്ടെ. അപ്പോൾ മെഷർ ചെയ്യുന്നത് അനുയോജ്യമായ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി, അതായത് യൂണിറ്റ് സെലക്ട് ചെയ്ത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെങ്ത് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി എന്നിരിക്കട്ടെ. അപ്പോൾ ലെങ്ത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്തു? 10 സെൻറ്റിമീറ്റർ. എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. ലെങ്ത് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഇതുപോലെ ഒരു ഓബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യുന്നു 65 kg, കിലോഗ്രാം എന്ന് കിട്ടിയിരിക്കട്ടെ. ഒരു ഓബ്ജക്റ്റിൻ്റെ മാസ് 65 kg ആണ്. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം വേണ്ടി വന്നു, ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരുന്നു? ഇപ്പോൾ 2 മണിക്കൂർ എന്നിരിക്കട്ടെ. ഈ എഴുതിയിരിക്കുന്ന ഈ റെപ്രസെൻറ്റേഷൻസ് എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ്. ഇതിൻ്റെ ഒരു പൊതുരൂപം എന്താണ്? എ നമ്പർ ഇൻറ്റു എ യൂണിറ്റ്. 10 സെൻറ്റിമീറ്റർ മീൻസ് 10 ഇൻറ്റു 1 സെൻറ്റിമീറ്റർ. ഈ 1 സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്തതിന് ശേഷം എഴുതി കാണിക്കുക, പറയുക? എങ്ങനെയാണ്? ഒരു നമ്പർ ഇൻറ്റു എ സ്യൂട്ടബിൾ യൂണിറ്റ്. അപ്പോൾ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ആസ് the product of a suitable number and a suitable unit. ഈ നമ്പറിനെ വിളിക്കുന്നൊരു പേരുണ്ട്, ന്യൂമറിക്കൽ വാല്യൂ എന്നാണ്. ന്യൂമറിക്കൽ വാല്യൂ എന്ന് വിളിക്കും യൂണിറ്റ്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് ചോദിച്ചാൽ, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. ഇങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുക. ഇത് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ Q ഈക്വൽ ടു NU എന്ന് നമുക്ക് പറയാം. ഇവിടെ N എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂവും U എന്ന് എഴുതിയിരിക്കുന്നത് യൂണിറ്റുമാണ്. അപ്പോൾ ഹൗ വി ക്യാൻ മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, വാട്ട് ഈസ് മീൻ ബൈ ദ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഹൗ വി ക്യാൻ റെപ്രസെൻ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലായി. ഇനി ഞാനിപ്പോൾ ഈ ലെങ്ത് മീറ്ററിൽ മെഷർ ചെയ്തു എന്നിരിക്കട്ടെ. മീറ്ററിൽ മെഷർ ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഒരു വാല്യൂ ഇങ്ങനെ കിട്ടിയേക്കാം 2 മീറ്റേഴ്സ്. 2 മീറ്റേഴ്സ് എന്ന് ഞാൻ സാങ്കല്പികമായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ L is equal to 2 മീറ്റർ. ഇവിടെ മീറ്ററാണ് ഞാൻ ഉപയോഗിച്ച യൂണിറ്റ് ഈ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട്. അഥവാ ഞാൻ സെൻറ്റിമീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആൻസർ വിൽ ബി ലൈക്ക് ദിസ് 200 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുമായിരുന്നു. അഥവാ ഞാൻ മില്ലിമീറ്ററാണ് ഉപയോഗിച്ചതെങ്കിൽ എൻ്റെ ആൻസർ 2000 മില്ലിമീറ്റർ എന്നായിരുന്നു. മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എന്ത് കണ്ടു? ഒരേ ക്വാണ്ടിറ്റി, ഒരു ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ വ്യത്യസ്ത യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസിന് മാറ്റം വരുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, മീറ്ററിനേക്കാൾ ചെറിയ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിനേക്കാൾ ചെറിയ യൂണിറ്റാണ് മില്ലിമീറ്റർ. അപ്പോൾ യൂണിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂൻ്റെ വില കൂടിക്കൂടി വരികയാണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ലെങ്തുകളെല്ലാം ഒരു ഗിവൺ വാല്യൂ ആണ്. ഇതെല്ലാം ഒരു ഗിവൺ വാല്യൂ ആണ് എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റീസ് എല്ലാവരും കോൺസ്റ്റൻ്റ് ആണ്. അതായത് NU ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഓൾവേസ്, എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ഈ കൺസെപ്റ്റ് വെച്ചിട്ട് U കുറയുമ്പോൾ N കൂടുന്നു, U കൂടുമ്പോൾ N കൂടും, N കുറയും. അങ്ങനെയാണെങ്കിൽ N പ്രപ്പോർഷണൽ ടു 1/U എന്നോ അല്ലെങ്കിൽ N1U1 ഈക്വൽ ടു N2U2 എന്നോ നമുക്ക് ഈ ആശയത്തെ സൂചിപ്പിക്കാൻ സാധിക്കും. എന്താണ് ആശയം? ഒരു ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉപയോഗിക്കുകയാണ് എങ്കിൽ യൂണിറ്റ്സ് മാറുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ വിലകളും മാറും. യൂണിറ്റ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു, തിരിച്ചാണെങ്കിൽ കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇന്നത്തെ പാർട്ടിൽ, ഈ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. സയൻസ്, the word science is originated from the Latin word scientia, which means to know, and science is a collection of knowledge that mankind possess. Physics, it is believed that Aristotle was the first person to use the word physics, and this word is derived from the Greek word physis, which means nature, and physics is a study of natural phenomena, or physics is a study of matter, energy and the relation between them. Then physical quantities, the quantities which can be measured are called physical quantities, and measurement of a physical, the process of determining the magnitude of a physical quantity is called a measurement of physical quantity. And how we can measure a physical quantity? A physical quantity can be measured by comparing it with a suitable quantity or a quantity of the same kind. Then unit of physical quantity. The internationally accepted standards to measure physical quantity are called its units. Now, representation of physical quantity. A physical quantity is represented as the product of a number which is called a numerical value and a suitable unit. Mathematically or symbolically, Q equal to Nu. Then another important point, when the magnitude or the size of unit increases, the numerical value will decrease, or when the size of unit decreases, numerical value will increase. That concept can be represented like this: numerical value is inversely proportional to the size of the unit, or N1U1 is equal to N2U2. So these are the concepts that we discussed in the first part. ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, സംശയങ്ങൾ കുറിച്ച് വെക്കുക. സംശയ ദൂരീകരണത്തിനുള്ള സെഷൻ സൂം ആപ്ലിക്കേഷൻ വഴി നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. അപ്പോൾ അടുത്ത പാഠഭാഗങ്ങളുമായിട്ട് അടുത്ത ഭാഗത്ത് കാണാം.